ഇന്ന് തിങ്കളാഴ്ച രാവിലെയുള്ള ഒരു മോർണിംഗ് സ്റ്റഡി വ്ളോഗാണ് കാണിക്കുന്നത്. അതായത് ഒരു 5:30 ആ ടൈം ആകുമ്പോൾ പഠിക്കാനിരുന്നാണ് ഞാൻ. ഈ 2 ബുക്സ് വാങ്ങി വെച്ചിട്ട് കുറേ നാളായി, ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിലും. അപ്പോൾ ഇന്ന് എന്തായാലും ഇതിലത്തെ ആ സുപ്രധാന നിയമങ്ങളിൽ വിവരാവകാശ നിയമം നോക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ. സോഡിയാക്കിൻ്റെ ബുക്കിൽ ഞാൻ വിവരാവകാശ നിയമം ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. എങ്കിലും ഇതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാമെന്ന് വെച്ചിട്ടാണ്. ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് അതിനത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല, എങ്കിലും നമുക്കൊരു റിവിഷൻ പോലെയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. കാരണം ആ ബുക്ക് അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എക്സാമിൻ്റെ തലേദിവസമൊക്കെ നോക്കിയിട്ട് പോകാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു ബുക്കാണ് കേട്ടോ ഇത്. നല്ലതാണ്, നമുക്ക് റിവിഷൻ ചെയ്യാൻ പറ്റുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞായറാഴ്ച ഞാൻ കുറച്ച് കറണ്ട് അഫയേഴ്സ് റിവിഷൻ ചെയ്തു. അതേപോലെ പുതിയ കറണ്ട് അഫയേഴ്സ് ഒക്കെ എഴുതിയെടുക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് റിവിഷൻ നമ്മൾ മുൻപ് പഠിച്ചതിൽ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ള ഭാഗങ്ങൾ റിവിഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് പുതിയ ഭാഗങ്ങളൊക്കെയാണ് പഠിച്ചെടുക്കേണ്ടത്. അങ്ങനെ പുതിയതായിട്ടൊന്നും പറയാനുള്ള എൻ്റെ ഒരു വട്ടം ഏകദേശം സിലബസ് എല്ലാം കവർ ആയതാണ്. എങ്കിലും ന്യൂ എസ് ആർട്ടൊക്കെ ഉണ്ട് കേട്ടോ പഠിക്കാനായിട്ടും. ഇപ്പം ഞാൻ രാവിലെ എണീറ്റ ഉടനെ ഈ ഒരു ബുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഇത് എനിക്ക് വല്ലാതെ അങ്ങോട്ട് ഈ സുപ്രധാന നിയമങ്ങളൊന്നും എനിക്ക് അങ്ങോട്ട് പഠിക്കാൻ വലിയ താല്പര്യമില്ലാത്ത സബ്ജക്റ്റുകളാണ്. അപ്പം എന്തായാലും അത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ 1 മണിക്കൂർ പഠിത്തം കഴിഞ്ഞിട്ട് ഒരു 7 മണി ആ ടൈം ആയപ്പോൾ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരിയിടാൻ വന്നു കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ അടുക്കളയിലായിരിക്കും എൻ്റെ ജോലി ഫുള്ള്. ഒരു 8:30 8:45 വരെ അടുക്കളയിലെ ജോലിയായിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെയാണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. കൈപ്പൊക്കെ ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞിട്ട് ഉപ്പും മുളകും മാത്രം ഇട്ടിട്ട് ഓയിലിൽ ഫ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കൈപ്പൊക്കെ കഴിക്കാത്ത എൻ്റെ മക്കൾ കഴിക്കും കേട്ടോ. അപ്പോൾ ആരുടെയെങ്കിലും മക്കൾ ഇതുപോലെ കഴിക്കാത്ത ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ അവരെ പറഞ്ഞയച്ചു. ഒരു 8:30 കഴിഞ്ഞത് അവരുടെ വണ്ടി വന്നു, അവരെ പറഞ്ഞയച്ചു. അതിനുശേഷം പിന്നെ കുറച്ച് ബെഡ്ഷീറ്റൊക്കെ അലക്കാനുണ്ടായിരുന്നു. കുറച്ച് ദിവസമായി മഴയാണല്ലോ, അതുകൊണ്ട് തന്നെ ഒന്നും അലക്കാൻ പറ്റാതിരിക്കായിരുന്നു ബെഡ്ഷീറ്റുകളെല്ലാം. അതെല്ലാം ഞാൻ ഇട്ട് വെച്ചിട്ട് പിന്നെ എൻ്റെ വർക്കൗട്ട് ചെയ്യാനാണ് നേരെ പോയത്. കുറച്ച് ദിവസമായി വർക്കൗട്ട് ചെയ്യലും നിർത്തി വെച്ചിട്ട് കേട്ടോ. എക്സാം കഴിഞ്ഞ ശേഷം കറക്റ്റായിട്ട് ഞാനങ്ങനെ ചെയ്ത് തുടങ്ങിയിട്ടില്ല, ഓരോരോ തിരക്കുകൾ കാരണം. അപ്പോൾ ഇനി മുതൽ കറക്റ്റായിട്ട് ഈ മൺഡേ തൊട്ടിട്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ റുട്ടീനൊക്കെ നല്ലതുപോലെ ശരിയാക്കണം എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വർക്കൗട്ടൊക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയി. രാവിലെ പത്തിരി മുട്ടക്കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. അതേപോലെ ഹസ്ബൻഡിന് പത്തിരി വേണ്ടാന്ന് പറഞ്ഞിട്ട് ദോശയായിരുന്നു. പിന്നെ ആൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഓംലെറ്റൊക്കെ ഉണ്ടാക്കി. അങ്ങനെ കുറച്ച് പണികളുണ്ടായിരുന്നു. ഈ ഒരു ടൈമിലെല്ലാം ഞാൻ യൂട്യൂബ് ക്ലാസ് ഓൺ ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുക. ഒരു 12 മണി ആ ഒരു ടൈം ആകുമ്പോഴേക്കും എൻ്റെ ചാർജ് ഒരു 50% താഴെ എത്തും കേട്ടോ. രാവിലെ 100% ആക്കിയത്. കാരണം ഫുൾ ടൈം ഈ ക്ലാസ് കേട്ടുകൊണ്ടേ ഇരിക്കണല്ലോ, ഫോണിനൊരു റെസ്റ്റേ ഉണ്ടാവില്ല. അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ വീഡിയോയും കൂടി എടുക്കുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ ചാർജ് പെട്ടെന്ന് തീരും കേട്ടോ. അത് കഴിഞ്ഞ് എൻ്റെ ജോലികളെല്ലാം ഞാൻ വേഗം ഒരുക്കി. അങ്ങനെ കുളിയും കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ പഠിക്കാനിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഈ ഒരു അരിയുണ്ട എടുത്തിട്ടുണ്ട്, വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അരിയുണ്ട എടുത്തിട്ട് അത് കഴിച്ചിട്ടാണ് ഇങ്ങനെ പഠിക്കാതിരിക്കുന്നത്. തൊഴിൽ വാർത്ത ഇന്ന് വന്നതാണ്, തിങ്കളാഴ്ച വന്നതാണ്. അതുകൊണ്ട് തന്നെ അതൊന്നും നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിലെന്തൊക്കെയാണ് ആ ഒരു ന്യൂസുകൾ എന്തൊക്കെയാണ് അതൊക്കെ വായിച്ച് എന്തൊക്കെ അതിൽ കണ്ടന്റ് ഉണ്ട് എന്നൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞിട്ട് വേറൊരു ടോപ്പിക് എടുത്ത് പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം അത് നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം അതിലത്തെ ന്യൂസും അതൊക്കെ വായിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ പഠിക്കാനെടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളുടെ ഈ ഒരു സോഡിയാക്കിൻ്റെ ഈ ഒരു ബുക്ക് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ വിവരാവകാശ നിയമം ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്, എങ്കിലും ഒന്നുകൂടി റിവിഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഒരു ഭാഗങ്ങളൊക്കെ എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് റിവിഷൻ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോഴേക്കും സമയം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ടൈം വരെയുള്ള ആ ഒരു കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ. പിന്നെ ഒരു കാര്യം, കുറച്ച് പേര് എൻ്റെ റുട്ടീനെ കുറിച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കാര്യമായിട്ട് കാണിക്കാനൊന്നുമില്ല, എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ പറയാം കേട്ടോ. എൻ്റെ ഡെയിലി ഒരു ഹാബിറ്റ് അതേപോലെ തന്നെ ഫോളോ ചെയ്ത് പോകുന്ന ആളാണ്. ഒരു ദിവസം ഇങ്ങനെ ഒരു ദിവസം അങ്ങനെയുള്ള ആളൊന്നും അല്ല കേട്ടോ. ഡെയിലി ഏകദേശം എല്ലാ ദിവസവും ഒരേപോലെ പോകുന്ന ആളാണ്. അപ്പം ഞാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു വീഡിയോ കൂടി ചെയ്യാം, അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ ബൈ.